അപ്പോ സെയ്ദ് SK ഫജർ ക്ലബിന്റെ നായകൻ സെയ്ദിന്റെ നിർബന്ധമാണ് ഊട്ടിയിൽ വന്നാൽ നമ്മൾ എന്താ പറയുക രാവിലെ നടത്തം മുടങ്ങാൻ പാടില്ല. അങ്ങനെ എല്ലാ മെമ്പേഴ്സിനെയും കൂട്ടിയിട്ട് നമ്മൾ എന്താക്കുന്നതാണ്, എല്ലാ മെമ്പേഴ്സും ഇല്ല ഇതുമായിട്ട് താല്പര്യം എല്ലാ മെമ്പേഴ്സിനെയും കൂട്ടിയിട്ട് ഫജർ ക്ലബിന്റെ നായകൻ സെയ്ദ് ഒക്കെ നടക്കാണ്. മനസ്സിലാക്കേണ്ട വേറെ സംഗതി കൂടി എവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ റുട്ടീൻ എന്താ മാറ്റരുത്. അതതിന്റെ ഇതിൽ ഇങ്ങനെ നടന്നു പോകണം. അതാണ് അതിന്റെ അല്ലേ. അതെ 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 ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം പോലെ ഇതിന്റെ റൂട്ടീനിലങ്ങ് നടന്നോളാം. പല്ല് വെക്കുക എന്നെല്ലാം പറയുന്ന പോലെ രാവിലെ ഒരു എക്സസൈസ് നടത്തും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓട്ടം എന്താ വെച്ചാൽ എക്സസൈസ്. ഊട്ടി ഫജർ ക്ലബ് ഓടിക്കും. ഫജർ ക്ലബിന് കുറച്ച് ഓട്ടം ഉണ്ട്, നടത്തം മാത്രമല്ല. ഒരു ടീം എന്താ ഇപ്പൊ മുന്നിലെത്തിക്കുന്നുണ്ട്. ക്യാമറ ഫ്ലിപ്പ് ചെയ്യോ? അതോ നിങ്ങൾ എക്സസൈസ് കഴിഞ്ഞാ? ഞങ്ങൾ എക്സസൈസ് നിങ്ങൾ ഫോണിലാണ് കളിക്കുന്നില്ലേ? ഫസ്റ്റ് എന്താ ലെഫ്റ്റിലാണ് നിങ്ങൾ ലെഫ്റ്റ് കൈയാണ് ലെഫ്റ്റിലേക്കാ ഗ്യാപ്പിലാണ് ഒരേ ഫസ്റ്റ് ലെഫ്റ്റ് നിങ്ങൾ ലെഫ്റ്റ്. ഓക്കെ 1 2 3 1 2 ഷോർട്സ് വേറെ സേഫോ അങ്ങനെ ഊട്ടിന്റെ 12 ഡിഗ്രി തണുപ്പിൽ പ്രഭാത കിരണങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഫജർ ക്ലബിന്റെ അംഗങ്ങൾ ചായ കുടിച്ച് എല്ലാം തന്നെ ഉയരം കൂടുന്തോറും ചായന്റെ ടേസ്റ്റ് അങ്ങനെ മനോഹരമായ ഊട്ടി 2ാം ദിവസം നമ്മുടെ യാത്ര. കൃത്യം 6 മണി സുബഹി നിസ്കരിച്ച് നമ്മുടെ റൂമിൽ എന്താ നല്ല കട്ടൻ ചായ. നമ്മൾ നംഷിക്ക എല്ലാവരോടും പറഞ്ഞത് സോറി എന്താ രസം സംഭവം പറയാ വെച്ചാല് ഇടക്ക് നമ്മളെ ഉനൈസ് പറഞ്ഞ പോലെ ഇടക്കല്ല 2 മാസം കൂടുമ്പോൾ എന്താക്കണോ ഇങ്ങനെ വരുവല്ലോ വേണം. അതന്നെ അതിന്റെ ഒരു രസം. എന്ത് പറഞ്ഞു അതെല്ലാം ഒരു രസം തന്നെയാണ്. യാത്രകൾ അങ്ങനെ തന്നെയാണല്ലോ. എന്താ ഊട്ടിയുടെ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി രാവിലെ വന്നത്. ദൊഡപ്പേട്ട് വ്യൂ പോയിന്റിന്റെ ലെഫ്റ്റിലുള്ള റോഡിലോട്ട് വന്ന് ഓക്കെ ഫുള്ള് തേടിത്തോട്ടോ. നല്ല ചായ ലാച്ചില്ല, നല്ല സ്ഥലം, ഭംഗിയുള്ള സ്ഥലം. ഇത് വീഡിയോയിലൊന്നും കാണുന്നത് നല്ല കോട ഉണ്ട് കേട്ടോ. നല്ല ചായ. 10 പോട്ടെ റെഡി 10 പോട്ടെ. സ്വിറ്റ്സർലാൻഡ് അല്ലോ ബൈക്ക് വെക്കണം. നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളും മനോഹരമാക്കിയാണ് വൃത്തിയിൽ കൊണ്ട് കാണുന്നത്. ടീം ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞ സംഭവ ഞാൻ പറഞ്ഞിട്ടോ നിങ്ങള് അങ്ങനെയല്ല. കോത്തഗിരി ഒന്നാന്തരം തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ബീഫ് ബിരിയാണി അല്ലേ? ഞാൻ കുഷ്ടിയാ പറഞ്ഞത്.
ബ്രേജ് രസില്ല ടീമിലാണല്ലേ കോതനാട് വ്യൂ പോയിന്റ് അവിടുന്ന് ചെക്ക് പോസ്റ്റ് ചെക്കിങ് കഴിഞ്ഞു. ഈ കോതനാട് വ്യൂ പോയിന്റിലെ പ്രധാന വ്യൂ ആണിത്. ഈ മനുഷ്യരെ കൂടെ നല്ല സ്ഥലം ഉണ്ട് നമുക്ക് തോന്നുന്നല്ലേ. ഇങ്ങനെ കിടക്കണം 2 മണിക്കൂർ ഇങ്ങനെ പ്രകൃതി നോക്കി കണ്ണെത്താ ദൂരത്തുള്ള മലനിരകൾ നോക്കിയിട്ട് ഇങ്ങനെ കിസ്സയും പറഞ്ഞിട്ട് പെണ്ണൊരു അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അതിന്റെ രസം പറയല്ല. നടന്ന് കിട്ടുവാ നേരെ തുള്ളുന്നില്ല ഈ പടം കൂടെ തുള്ളു നിന്നെ കൂടെ തുള്ളണ. ശംഭോ, ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഊട്ടിയിൽ നിന്ന് എന്താക്കി കോത്തഗിരി കഴിഞ്ഞ് കോതനാട് വ്യൂ പോയിന്റിലേക്ക് എത്തി. ഈ കോതനാട് വ്യൂ പോയിന്റിന്റെ ഒരു പ്രത്യേകത എന്താണ്? ആപ്പിക്ക് എന്താ പറയുന്നുണ്ട് നോക്കാം. ആപ്പി പാടുകയാണ് സ്പീക്കർ എടുത്ത് കൈ കൊടുക്ക സമീറിന്റെ. ആ പിഞ്ച് സീരിയസ് ആണ് വേണ്ട. അല്ല സ്പീക്കർ കൈ തന്നെ. എടുക്കണം വീട് എന്റെ എല്ലാം പറഞ്ഞേ. ആയിക്കോട്ടെ. മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൻസരിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ പാങ്കൊലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിനാൽ അന്നു പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ ഓരിയായെങ്കിൽ. ബാംഗ്ലൂരിലേക്കുള്ള ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സംഗതി 5:30 മണിക്ക് എനിക്ക് ബസ് ഉണ്ട്. ഞാൻ എല്ലാവരും ഒന്നായിട്ട് പോകാന്നുള്ള എഴുതുകൊണ്ട് ഞാൻ എനിക്ക് എന്താ 5:30 ആണെങ്കിൽ നേരത്തെ വന്നു എല്ലാവരോടും. ഓക്കെ ബൈ ബൈ. സി യു. ഓക്കെ.